എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും വിചാരിച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറോ അല്ലെങ്കിൽ വേറെ ടോപ്പിക്കോ ഒന്നുമല്ല. ഇന്നത്തേത് എൻ്റെ ഒരു ഇന്റർവ്യൂവിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എൻ്റെ ഈ ചിരിയും സ്മൈലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തോ ഒരു സന്തോഷം പറയാനാണ് എന്നുള്ളത്. അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കോട്ടോ. എൻ്റെ അടുത്ത ഇന്റർവ്യൂ രണ്ടാമത്തെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നു. അപ്പം ആ ഇന്റർവ്യൂ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ. എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് വരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്നിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം റിസൾട്ടൊക്കെ വന്നു. അപ്പൊ നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. എൻ്റെ സെക്കൻഡ് ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ്. അപ്പൊ ഇച്ചിരി ലോങ് ആയിരിക്കും. പക്ഷെ ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കണം താല്പര്യമുള്ളവർക്ക് കേട്ടിരിക്കാൻ. കാരണം എൻ്റെ ഒരു ലാംഗ്വേജിന്റെ ഫ്ലുവൻസി വെച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും കണക്കാട്ടോ വലിയ. അപ്പൊ എൻ്റെ ഇന്റർവ്യൂ ഞങ്ങൾ രണ്ടുപേര് വെച്ചപ്പോൾ ഞങ്ങളൊരു 24-25 പേരുണ്ടായിരുന്നു ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് സെലക്ട് ആയിരുന്നവര്. അപ്പൊ ഞങ്ങൾക്ക് അവര് തന്നെ നമുക്ക് എന്താ 2-3 പേർക്ക് വെച്ച് മെയില് എന്ന് വെച്ചാൽ ഒരുമിച്ച് ഓരോ ദിവസം ഓരോരുത്തർക്ക് വെച്ച്. അപ്പൊ എൻ്റെ കൂടെ 3 പിള്ളേർ വേറെ 2 പേരും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ കൂടെ കൂടുമ്പോൾ 3 പേരായിരുന്നു ഇന്റർവ്യൂവിന്. അപ്പം അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങിയപ്പം ആദ്യത്തെ കാര്യം എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി സെൽഫ് ഇൻട്രോ ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മളൊരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. സെൽഫ് ഇൻട്രോ ഒക്കെ ചോദിക്കുമ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ പറയും. ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അവരിപ്പോ അവരുടെ വയസ്സും ഏജ് പറയത്തില്ലായിരിക്കും, അവരുടെ ജോലി, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അവരെന്തൊക്കെയാ പറയുന്നത്, ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ പറയണം. ഞങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സെൽഫ് ഇൻട്രോ പറയാനൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അപ്പൊ അതൊക്കെ ഇന്റർവ്യൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇന്റർവ്യൂവിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇന്റർവ്യൂവിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. കാരണം ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പോകും. അപ്പൊ അങ്ങനെ ആദ്യം സെൽഫ് ഇൻട്രോ ഒക്കെ ആയിരുന്നു. പിന്നെ സെൽഫ് ഇൻട്രോ ഒക്കെ അവർ ഉൾപ്പെടുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു പറയണം. എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയാണ് എന്റെ സെൽഫ് ഇൻട്രോ. പിന്നെ 2-3-4-5 ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാന്നാണ്. എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു പോകുമല്ലോ. അപ്പം ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാട്ടോ. ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് പറയുന്നു, എൻ്റെ ഒരു ലാംഗ്വേജ് വെച്ച് എനിക്ക് ഞങ്ങൾ 3 പേരും ഇരുന്ന് കഴിഞ്ഞപ്പോ സംസാരിച്ചത് ഒരു എന്താ കുറെ എന്നല്ല, കുറച്ചൊക്കെ ഇച്ചിരി ഒക്കെ മനസ്സിലായായിരുന്നു. എന്താ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താ നമുക്ക് തിരിച്ചു പറയാൻ നമുക്കൊരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. എന്താ ലാംഗ്വേജ് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു ബബ്ബ അടിച്ചൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത്. എന്താണെങ്കിലും ബബ്ബ അടിച്ചെന്നല്ല, നമ്മൾ കുറച്ചൊക്കെ പറയണം. പറയാതെ അവർ നമ്മളെ സെലക്ട് ചെയ്തില്ല, നമുക്കറിയാലോ. ഇന്റർവ്യൂവിൽ നമ്മൾ അവരെ ഔട്ടാക്കും. അപ്പം എന്തൊക്കെയോ അവർ എന്തൊക്കെയോ പറയാനൊക്കെ പറ്റി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്റർവ്യൂവിന് അവസാനം പിന്നെ സെൽഫായിട്ട് നമ്മളെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു പരിപാടിയൊക്കെ ചെയ്തു അവര്. എന്താണെങ്കിലും ഒരാഴ്ച പിടിച്ചു, 1-2 ആഴ്ച പിടിച്ചു. അപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ കുറെ ദിവസമായില്ലേ. അത് ഇന്റർവ്യൂ റിസൾട്ടിന് വേണ്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 2-2 ആഴ്ച അങ്ങനെ തന്നെ എടുത്ത് ഇന്റർവ്യൂ റിസൾട്ട് വന്നു. അച്ഛൻ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞപ്പം ആദ്യത്തെ പേര് എന്റെ. അതെന്താ ആദ്യത്തെ പേര് ഇട്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്താണെങ്കിലും അത് സെലക്ഷൻ ചെയ്തൊന്നും അല്ല കേട്ടോ. നമ്മുടെ പേരിടുന്ന ഏറ്റവും നന്നായിട്ട് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവര് ജസ്റ്റ് ഇട്ടപ്പം ആദ്യത്തെ പേര് എന്റെ, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മുടെ കൂടെ ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടോ, പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഇന്റർവ്യൂവിന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പേരെന്താണ് ഓട്ടോമാറ്റിക്കലി മാർക്കിന്റെ അടിസ്ഥാനത്താണെങ്കിൽ ഒരിക്കലും വരേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവര് ജസ്റ്റ് പേരിട്ട് കഴിഞ്ഞപ്പം എന്റെ പേര് ആദ്യം വന്നു എന്ന് പറയാം. എന്താണെങ്കിലും വന്നു. കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ഓർത്തു ഔട്ടാക്കിയ എന്റെ ലിസ്റ്റിലാണോ എന്റെ പേര് ആദ്യം ഇട്ടേന്ന് ഞാൻ ആദ്യം ഓർത്തു. ഭയങ്കര ഒരു ചങ്കിടിച്ച ഗ്രൂപ്പിൽ എനിക്ക് ലിസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ചങ്കിടിച്ച് ദൈവമേ റിസൾട്ട് വന്നു. തുറന്നു നോക്കണ ദൈവം എന്റെ കാര്യം ഇല്ല, ഞാൻ എത്ര കാത്തിരുന്ന സംഭവമാണ്. അയ്യോ പോയെങ്കിൽ എന്നാ ചെയ്യും പേടിച്ചിട്ടാണ് ഞാൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോ പേരുണ്ട്. എന്നിട്ട് ഇത് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ കൂടെയുള്ള വേറൊരു കൊച്ചിനെ വിളിച്ച് ചോദിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ചേച്ചി അത് റിസൾട്ട് പാസ്സായെന്ന് പറഞ്ഞു. എത്ര നാളെന്ന് വെച്ചാൽ ഒത്തിരി നാളെ ഞാൻ ആഗ്രഹിച്ച്. അതും എനിക്ക് 2 മൊഡ്യൂളേ ഉള്ളൂ, ഫുൾ മൊഡ്യൂൾ പോലും ഇല്ല, എഴുതിയിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ച് കിട്ടി. നമുക്ക് ആ ഒരു സമയം എന്നാ പറഞ്ഞറിയിക്കാൻ വയ്യ നമുക്ക് ആ സന്തോഷം. പിന്നെ എന്റെ ഇന്റർവ്യൂ പോയി, അതൊന്ന് മാറ്റി എംപ്ലോയർ മാറിയപ്പോ അതങ്ങ് പോയി. അങ്ങനെ എന്താ
പറയാൻ വാക്കുകളില്ല എനിക്ക് ആ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നപ്പോ. അതുകൊണ്ട് എന്നാണോ പറയണ്ടേ, എന്നാലും കിട്ടി, സംഭവം കിട്ടി. ഇനി ഇന്റർവ്യൂ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെയുള്ള ഓരോരുത്തര് ചിലപ്പം ചിലവർ 3 പേര് ഒരുമിച്ച്, ചിലർ 4 പേരും, ചിലർ 2 പേരും. അപ്പം എൻ്റെ കൂടെ ഞാനൊരു പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒറ്റയ്ക്കും, എൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ അസിസ്റ്റന്റ് പോകുന്ന വേറൊരു കൊച്ചും തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ്. അപ്പം എനിക്ക് ഇങ്ങനെ എന്നാ പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള ഒരു കെയർ പോലെ ഉണ്ടല്ലോ സംഭവം. എന്താ ഈ ഔട്ട് പേഷ്യന്റ് സംഭവമില്ലേ, എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്താ ഈ ഓർമ്മശക്തിയൊക്കെ പോയേക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നോക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് കിട്ടിയേക്കണേ. കാരണം ഞാൻ ഇവിടുന്ന് ഇതെന്നാ സംഭവം ഔട്ട് പേഷ്യന്റ് എനിക്ക് മനസ്സിലാകത്തോണ്ട് അസിസിന്ന് പോയവരോടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഞാൻ പോകുന്ന ഓർഗനൈസേഷന് മുമ്പിൽ നിൽക്കുന്ന പിള്ളേരോട് മിസ്സുമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ പോകുന്ന ആ ഒരു സ്റ്റുഡന്റ്, ആ ഒരു കൊച്ച് പോയി കഴിയുന്ന സ്ഥാനത്തേക്കാണ് ഞാൻ കയറുന്നത്. അപ്പൊ ആ കൊച്ചിനോട്, ആ വ്യക്തിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർമ്മയൊക്കെ ഇല്ലാത്ത ആൾക്കാരുടെ സ്ഥലത്തേക്കുള്ളതാണ്. പിന്നെ എന്താണെങ്കിലും നമ്മൾ ഇറങ്ങി തിരിച്ചു. ഇനിയിപ്പം നമുക്ക് ഏത് സ്ഥലത്താണെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്കും വിടത്തില്ലല്ലോ നമ്മുടെ അസിസ്റ്റന്റിന്. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. പിന്നെ ഒരു കോൺഫിഡന്റ് ഉണ്ട്, എന്ത് വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ഇതുണ്ട്. ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ട് അതുപോലെ ഉണ്ട്, നല്ല പാടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രമിച്ച് ലാംഗ്വേജ് ഒക്കെ ഒരു വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും പറയാനൊക്കെ പഠിച്ചെടുത്തേ പറ്റൂ, വേറെ ഒരു വഴിയില്ല. എന്താണെങ്കിലും അതൊക്കെ അങ്ങനെ അങ്ങ് പോയി. അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എങ്ങനെയോ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആൻസർ പറഞ്ഞിട്ടാട്ടോ പാസ്സായത്. ഞങ്ങള് 24 25 പേര് കൂടിയിട്ട് 20 പേർക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പം എന്താണെങ്കിലും കിട്ടി. അതും നമ്മള് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങളുടെ പറയുന്നത്, ഈ ഓർഗനൈസേഷൻകാർക്ക് ഇവിടുത്തെ മൊഡ്യൂളൊന്നും വേണ്ട, പക്ഷെ അവിടെ ചെന്ന് ടെലക്കിന്റെ ഫുൾ മൊഡ്യൂൾ എക്സാം പാസ്സാണ് FSയുടെ സമയത്ത്. എനിക്ക് FSA അല്ല കേട്ടോ കിട്ടി, എനിക്ക് BFD കിട്ടിയേക്കുന്നത്. അത് FSയുടെ സെയിം സംഭവം തന്നെയാണ്. അവർ ഇത്ര പേർക്ക് നമ്പർ അല്ലേ ഉള്ളൂ ഓരോ വർഷത്തേക്ക്. അപ്പൊ അങ്ങനെ പിള്ളേരുടെ എണ്ണം കൂട്ടുകൊണ്ട് ഓരോരുത്തർ ഓരോ കാറ്റഗറിയിലേക്ക് FSAക്കും BFDക്കും തിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും എന്റെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നു, പാസ്സായി, ഭാഗ്യം, സന്തോഷം പറഞ്ഞറിയിക്കാൻ എനിക്ക് വയ്യ. എന്താണെങ്കിലും ഇനി VFSന്റെ കാര്യങ്ങളും അങ്ങനത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ ഇനി ഇടുന്ന കുറെ വീഡിയോസ് ചെയ്യുന്ന കഴിഞ്ഞ് ഓരോന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഇട്ട് കഴിയുമ്പം എങ്ങാനും ഒന്ന് സെറ്റ് ആകാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരത്തില്ലേ. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്ത് ലോങ് ആയിട്ട് ഇടുന്നത്. അപ്പം ഇനി VFSന്റെ കാര്യങ്ങളൊക്കെ ഒരു 2-3 ആഴ്ചയൊക്കെ എടുക്കുമായിരിക്കും ചിലപ്പം. അപ്പം അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. അപ്പം ഇങ്ങനത്തെയൊക്കെ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അറിവൊക്കെ കൊള്ളുന്ന ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരപ്പെടുവാണെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ച് അടുത്ത വീഡിയോ വരെ ബൈ.